لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمنا مراشد أمورنا واعذنا من شرور أنفسنا ومن سيئات أعمالنا الحمد لله الحمد لله الحمد لله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാം വലിയ ഭാഗ്യം കിട്ടിയ ആളുകളാണ്. സാധാരണ ഞാൻ പറയാറുണ്ട്, നിങ്ങളൊക്കെ മാഷാ അല്ലാഹ് അസൂയ വെക്കാൻ മാത്രം ഭാഗ്യം കിട്ടിയ ആളുകളാണ്. കാരണം ഞങ്ങളെ പഠനകാലം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടർഫ്, പൂളൊക്കെ പണ്ടൊക്കെ ഈ ഊട്ടി സ്കൂളിലൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് പൂള് എന്നൊക്കെ പറഞ്ഞാൽ. അതൊക്കെ ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. പക്ഷെ നിങ്ങൾക്ക് അസൂയ വെക്കാൻ പറ്റുന്ന ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയതുണ്ട്, വലിയൊരു മുതലുണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് അത്രത്തോളം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അത് ഞങ്ങളുടെ മുജീബ് ഉസ്താദാണ്, ഹബീബ് ഉസ്താദാണ്, വഹാബ് ഉസ്താദാണ്, അതേപോലെ ശിഹാബ് ഉസ്താദാണ്. ആ കുറഞ്ഞ കുട്ടികൾ ഉണ്ടായ കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു മുജീബ് ഉസ്താദ് ഉണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം ഉസ്താദിന് അത്രയും തിരക്കിലായി. ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഹബീബ് ഉസ്താദ് ഉണ്ടായിരുന്നു, അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഉസ്താദ് ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. ഈ എണ്ണി എണ്ണി പറഞ്ഞ ആരും ഇവിടെ വരുമ്പോഴേ ആ ഗുണങ്ങളുള്ളവരല്ല, മറിച്ച് ഇവിടെ വന്ന് ഈ പറയപ്പെട്ടവരിൽ നിന്നും പഠിച്ചെടുത്തതാണ്, ഈ ലെവലിലായതാണ്. ഞാൻ സ്ഥാപനത്തിൽ കോട്ടക്കൽ ഫലാഹിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു 40 ദിവസം ജമാഅത്ത് പുറപ്പെട്ടപ്പോൾ നമ്മുടെ ഇർഫാൻ മൗലവിനെ കുറച്ചു കാലത്തിന് ഞാൻ അവിടെ ആ 40 വേണ്ടി ഏൽപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ അവിടെ അന്ന് പ്രിൻസിപ്പാളായിട്ടുണ്ടായിരുന്ന ഒരു തമിഴ്നാട്ടുകാരൻ, നല്ല കഴിവുള്ള, വർഷങ്ങളായിട്ട് അധ്യാപന മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ 2 പേരിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ BEd പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, BEd പഠിച്ചിട്ടില്ല. കാരണം എൻ്റെ BEd എന്ന് പറഞ്ഞാൽ ഈ 4 ഉസ്താദുമാരാണ്. ഇന്നും മഷൂറയില് പല വിഷയങ്ങൾ പറയുമ്പോഴും എൻ്റെ അടുത്ത് അതിന് സൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. കാരണം എൻ്റെ BEd അല്ലെങ്കിൽ എൻ്റെ പഠനം എന്ന് പറഞ്ഞത് ഈ 4 പേരിൽ നിന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത് ഉറുദു തുടങ്ങണം എന്ന് പറഞ്ഞു, ഒരു ഉദാഹരണം പറയും, ഉറുദു തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് സിലബസ് ഉണ്ട്, ഇവங்க ഇവിടുന്ന സിലബസ് പുസ്തകമാണ് അല്ല, ഞങ്ങൾ ഉസ്താദ് വഹാബ് ഉസ്താദ് പഠിപ്പിച്ച എന്നൊരു സിലബസ് ഉണ്ട്. എല്ലാവർക്കും അറിയാം, സോന ഉറങ്ങുക, സോഹയ ഉറങ്ങിയ ഒരു പാട്ട്. അപ്പൊ നിങ്ങളെ സിലബസ് ഒന്ന് വിവരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ വിവരിച്ചു കൊടുത്തു. പറഞ്ഞു, മാഷാ നല്ല സിലബസ്, ഇത് കിതാബാക്കി ഇറക്കിയിട്ടുണ്ടോ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഇല്ല, കിതാബാക്കി ഇറക്കിയിട്ടില്ല, പക്ഷെ ഇത് ഞങ്ങൾ പഠിച്ചൊരു സിലബസ് ആണ്. ഇതേപോലെ എന്തിനും ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ കുറേ അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ മുജീബ് ഉസ്താദ് പണ്ട് ഓരോരുത്തരുടെ വീക്ക്നെസ് നോക്കിയിട്ട് അവിടെ പിടിച്ച് ഉയർത്തുമായിരുന്നു. എല്ലാവർക്കും ഒരു കണ്ണൂരിലൊരു നിഹാൽ ഉണ്ടായിരുന്നു, നിഹാൽ ക്ലാസ്സിൽ വളരെ ബാക്കിലായിരുന്നു. അങ്ങനെ അന്ന് തോന്നുന്നു എവിടെ സമയം ചെസ് കളി തുടങ്ങി, ഇവിടെ ചെസ് തുടങ്ങി. അങ്ങനെ അന്ന് നമ്മളെ ഇടയിൽ സൂപ്പർ സ്റ്റാർ മുജീബ് ഉസ്താദ് ആരും പൊട്ടിക്കൂല. അങ്ങനെ നിഹാൽ ഒരട്ടം പൊട്ടിച്ചു ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു, എന്നെ നീ പൊട്ടിക്കണ നിസാരക്കാരനല്ല എന്ന്. ക്ലാസ്സിൽ ബാക്കിലുള്ള കുട്ടീന്റെ പിന്നാലെ കൂടി, അവന്റെ ആ കഴിവിനെ ഉസ്താദ് പിന്നാലെ കൂടി അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അവനെ കൊണ്ടുപോയി. കാരണം അവനെ ഒന്നും ഇല്ലാതെ അങ്ങോട്ട് പുറത്താക്കിയതാണ് ഉസ്താദിന്റെ ട്രെയിനിങ്ങിൽ. അതേപോലെ ഇവിടെ ഞാൻ പലരും പേര് പറയാൻ പറ്റൂല, സ്കൂളിൽ നിന്ന്, സ്വന്തം മൂത്താപ്പാന്റെ സ്കൂളിൽ നിന്ന് പുറത്താക്കി, പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി ഇവിടെ വന്നു, മുജീബ് ഉസ്താദ് ഏറ്റെടുത്തു. ഇന്ന് ഡിഗ്രികൾ പഠിച്ച ആലിമാണ്, ഹാഫിളാണ്, ഡിഗ്രികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിവുകൾ ഓരോന്ന് പറഞ്ഞപ്പോൾ ആളെ തിരിച്ചാൽ ഫുള്ള് പറയണില്ല, അത്ര ഉയർന്ന അവസ്ഥയിൽ ആളായി മാറി. സ്വന്തം മൂത്താപ്പൻ സ്കൂളിൽ ഒരാളെ പുറത്താക്കണേ എത്ര ഡൗൺ ആയിട്ടാ പുറത്താക്കി ഉണ്ടാകുക.
പക്ഷെ ആ കുട്ടീനെ മുജീബ് ഉസ്താദ് ഏറ്റെടുത്തു. അതേപോലെ ഓരോരുത്തർക്ക് എന്താ വേണം. ഇപ്പൊ നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, എനിക്ക് 100% ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ഇർഫാന്റെ കാര്യം പറഞ്ഞു. ഇർഫാൻ മീൻ വളർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഉസ്താദിന് അക്വേറിയം വെച്ചു കൊടുത്തു. അതേപോലെ എന്റെ ഒരു ആഗ്രഹം ഉസ്താദിന്റെ കൂടെ ഡ്രൈവിംഗ് ആണ് അന്നത്തെ എന്റെ ഇഷ്ടം. ഉസ്താദിന്റെ കൂടെ ഡ്രൈവിങ്ങിന് പോകും. പക്ഷെ എനിക്ക് എപ്പോഴും പറയും എന്റെ ഏറ്റവും വലിയ പാഠം ഉസ്താദിന്റെ കൂടെയുള്ള യാത്രകളായിരുന്നു. പല ചർച്ചകളും പല കാര്യങ്ങളും ഉസ്താദിന് കിട്ടിയിരുന്നു. ഇന്ന് മദ്രസയിൽ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ കറണ്ടിന്റെ പ്രശ്നം വന്നു. അപ്പൊ എന്നോട് അവിടുന്ന് കത്ത് വന്നു, ബനാത്തുനിന്ന് കത്ത് വന്നു, ഇത് 3 വർഷമായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുന്ന പ്രശ്നമാണ്, ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പൊ ഞാൻ അക്കൗണ്ടിന്റെ അടുത്ത് നിന്നിട്ട് എന്താ പ്രശ്നം തീരുമാനമാക്കാത്ത എന്താ? അപ്പൊ ഞങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല, അറിഞ്ഞു. നേരെ ചെന്നു, ഞാൻ ശരിയാക്കി കൊടുത്തു. അപ്പൊ നിങ്ങൾ ഉസ്താദാണോ ഇലക്ട്രീഷ്യൻ ആണോ എന്താ നിങ്ങളെന്ന് ചോദിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്തുണ്ടെങ്കിലും എന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത ഈ നാലിൽ ഒരാളിൽ നിന്ന് കിട്ടിയതായിരിക്കും. എന്തിലും നമ്മൾ ഈ കാണുന്ന, ഞാനല്ലോ, ഞാൻ എന്റെ ജീവിതം പറയാണ്, ഇതേപോലെ ഈ കാണുന്ന മുഴുവനും. ഇപ്പൊ അമീന് ഒരു എഞ്ചിനീയറിംഗ് ബിസിനസ് നടത്തുന്ന ആളാണ്. പക്ഷെ അവന്റെ ബേസ് ഒക്കെ ഇവിടുന്ന് കിട്ടിയതായിരിക്കും. ഈ ബിൽഡിങ്ങില് തറ മണ്ണ് നിറച്ച ഞങ്ങളാണ്. ഓർമ്മയുണ്ട്, ഞങ്ങള് പിന്നെ ഓരോ ക്ലാസ്സുകാർക്കും ഓരോ കള്ളി തന്നിട്ട് ഞങ്ങൾ നിറച്ചതായിരുന്നു. നിങ്ങൾ നിൽക്കുന്ന പള്ളിയുടെ അടിയിലെ തറ ഞങ്ങൾ നിറച്ചതാണ്, മണ്ണ് നിറച്ചതാണ്. ബനാത്തിന്റെ ബനാത്തിന്റെ ടർസ് വെള്ളം നിന്നിട്ട് ഞങ്ങൾ വരിക്ക് നിന്ന് കിണറിന്ന് വെള്ളം കോരി, കാരണം ബക്കറ്റ് കാലിയാവാൻ പാടില്ല, ഇയാൾ ഇങ്ങനെ ഈ മെഷീനിക്ക് പാരായിരിക്കും. നോൺ സ്റ്റോപ്പ് ആയിട്ട് വെള്ളം പറന്നിട്ട് ഞങ്ങൾ നനച്ചുണ്ടാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ കോൺക്രീറ്റ് ഇട്ട മോൾ ഭാഗമാണ് നിൽക്കുന്നത്. നിങ്ങൾ നേർക്ക് നിൽക്കുന്നതൊക്കെ അടിത്തറ പറയുകയാണെങ്കിൽ ഫുള്ള് നമ്മളെ മേത്തു കൂടിയേക്കാരം. നിങ്ങൾക്ക് മാഷാഅല്ലാഹ് നല്ല റാഹത്താണ്, എന്തോ സുഖമാണ്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് പറയുന്ന ഇതൊക്കെ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഇവിടെ ഒരിക്കലും പഠനം മാത്രമല്ല കാണേണ്ടത്. ഈ 4 പേരിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഉസ്താദിന്റെ കൂടെ സമയം കൊടുക്കണം. ഉസ്താദ് തിരക്കിലാണ്, പക്ഷെ നിങ്ങൾക്ക് പിന്നാലെ കൂടി സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഇതിന്റെ ബാനി വല്യപ്പുസ്താദ്, ഞങ്ങൾ വല്യപ്പുസ്താദ്, ബാനി എന്ന് പറഞ്ഞാൽ എല്ലാ ഇഷ്ടം വല്യപ്പുസ്താദ് എന്ന് പറയില്ല. എനിക്ക് വലിയ വൈത്തിരിവാണ്. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഉസ്താദിനെ അറിയേക്കാരം. ഉസ്താദിനെ അൻസാർ മസ്ജിദ് ഉസ്താദ് ജോലി ചെയ്യുന്ന സമയത്ത് കണ്ടതാണ്. പിന്നെ ഉസ്താദ് വരാനൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ കണ്ടപ്പോ ഇത്ര വലുപ്പമായോ എന്ന് വെച്ചിരുന്നത്. കാരണം ഞാൻ ആ കൂട്ടത്തിൽ അന്ന് ഭയങ്കര ഹൈറ്റും വലുപ്പും ഉണ്ടായിരുന്നു, പ്രായവും ഉണ്ടായിരുന്നു. സത്യത്തിൽ മാനസികമായി തകരേണ്ട ആളായിരുന്നു. പക്ഷെ അന്ന് വല്യപ്പ ഉസ്താദും മുജീബ് ഉസ്താദ് എന്നെ കൂട്ടത്തിൽ കൂട്ടി, വഹാബ് ഉസ്താദ്, ഷിയാബ് ഉസ്താദ്, അവര് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്ന് ഞാൻ മുമ്പൊക്കെ സംസാരത്തിൽ പറഞ്ഞു, ഇത് എനിക്കൊരു സ്ഥാപനമായിട്ട് തോന്നിയിട്ടില്ല, എപ്പോഴും ഇതിന്റെ ഒരു വീടായിട്ട് തോന്നിയിട്ടുള്ളൂ. അതിൽ ഉമ്മയായിട്ട് ഞാൻ ഓരോരുത്തരെ പറയാറുണ്ട്, വല്യപ്പുസ്തായാലും നമ്മളെ മരണപ്പെട്ട ഉമ്മ അല്ലാഹ് ഖബർ വിശാലമായി കൊടുക്കട്ടെ, ഒരു വല്യമ്മ നോക്കണ പോലെ ഞങ്ങളെ നോക്കി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കുളിക്കാൻ പോകുമ്പോൾ ഉമ്മ അവിടെ ഇരിക്കും, എവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ മുങ്ങിക്കേറുന്ന പോലെ ഉണ്ടല്ലോ, ഓരോന്നിനും പൊക്കി ഒരച്ചു കുളിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഒരച്ചു കുളിപ്പിക്കും, ആരൊന്നുമില്ല. അതിപ്പോ ഞാൻ എത്ര വലിപ്പമുള്ള ഞാനാണെങ്കിലും ശരി, എത്ര ചെറുതാണ് ഏതാണെങ്കിലും ശരി, ഒക്കെ ഇതിനെ ഒരച്ച് നിലത്തിരുത്തി മറ്റേ ചണ്ടിട്ട് ഒരച്ച് വൃത്തിയാക്കിയിട്ടേ വിടുള്ളൂ. കാരണം നമ്മളൊരു വീട് വരെ ഞങ്ങൾക്ക് ഇവിടെ തോന്നിയിരുന്നു. ഇവിടെ നിന്നുള്ള എല്ലാതും പഠനം മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഈ ദുആ മദ്രസ, ഞാൻ സാധാരണ പഠനത്തിൽ ആഗ്രഹം ഇല്ലാതെ ഏതെങ്കിലും കംപ്ലൈന്റ് എടുത്ത് വന്നാൽ പറയും, നിങ്ങൾ ഉസ്താദിനെ കാണി, മുജീസാനെ കാണി, അവിടെ ചെല്ലി. കാരണം ഇവിടെ വന്നാൽ എത്ര വൈകല്യമുള്ള ആളാണെങ്കിലും ആ കുട്ടീനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ്, അതിന്റെ ഒരു എന്താ പറയാ, ഒരു മാഹൂൽ ഇവിടെ ഉണ്ട്. അനുഭവമാണ്. നമ്മൾ എത്രയോ ആളുകളെ കണ്ണുകൊണ്ട് ഇവിടെ കണ്ടതാണ്. എല്ലാം ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാല് പിതാക്കളെ ഒഴിവാക്കിയവരായിരിക്കും, പക്ഷെ ഇവിടെ വരും, ഉയരും, നടന്നു കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര കാലം നിൽക്കാൻ പറ്റുമോ, ഏതെല്ലാം പഠനങ്ങൾ പഠിച്ച് നിൽക്കാൻ പറ്റുമോ, അത്രയും കാലം കൂടി. പഠനം മാത്രമല്ല, നിങ്ങൾ കിതാബിലുള്ള ഇൽമ മാത്രമല്ല, ഇതിലുള്ള ഓരോ ശ്വാസവും അല്ലെങ്കിൽ ഇതിലുള്ള ഓരോ വായുവും ഇവിടെയുള്ള ഓരോ തൂണുകളും നിങ്ങൾക്ക് ഓരോന്ന് പഠിപ്പിക്കാനുണ്ടാവും.